ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. തുഷാർ പോയിട്ടും ഇപ്പോഴും തുഷാറിനെ വെച്ച് അവിടെ ഗെയിം കളിക്കുന്നവരുണ്ട്. പാവം തുഷാർ എന്നേ പറയാനുള്ളൂ. അതിൽ നിന്ന് മുതലെടുപ്പ് നടത്തുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറോറയാണ്. കമറുദ്ദീൻ എപ്പോൾ തുഷാറിൻ്റെ കാര്യം പറഞ്ഞാലും അറോറ കിടന്ന് കരയും. സപ്പോർട്ട് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കമറുദ്ദീൻ്റെ ക്യാരക്ടർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പുള്ളിക്കാരൻ ഒരാളെ ഇഷ്ടമല്ലെങ്കിൽ അങ്ങേയറ്റം നെഗറ്റീവ് പറഞ്ഞ് അവരടിച്ച് താഴ്ത്താൻ നോക്കും. അതാണ് ഇന്ന് സംഭവിച്ചത്. പക്ഷേ പതിവിൽ വിപരീതമായിട്ട് ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. കമറുദ്ദീൻ്റെ ഭാഗത്ത് ഇപ്രാവശ്യം ഒരു ന്യായം ഉണ്ടായിരുന്നു. എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യമായിട്ടുള്ളൊരു ഇഷ്യൂ അത് പറഞ്ഞു തീർത്തിട്ട് ജെന്യുവിനായിട്ട് സോറി പറഞ്ഞതാണ്. അപ്പോഴാണ് അറോറ അതിന് വേറൊരു ആംഗിൾ കൊണ്ടുവരുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജെന്യുവിനായിട്ടൊരു സോറി പറഞ്ഞിട്ട് അതവിടെ തീർക്കേണ്ടതിന് പകരം അറോറ അവിടെ വേറൊരു ആംഗിൾ എന്തിനു കൊണ്ടുവന്നു? ഞങ്ങളായിട്ടുള്ള ഇഷ്യൂ ഞങ്ങളവിടെ പറഞ്ഞു തീർത്തതല്ലേ, അതിൻ്റെ ഇടയ്ക്ക് വേറൊരു പെർസ്പെക്റ്റീവായിട്ട് വന്നിട്ട് ആ സോറിക്കൊരു വിലയില്ലാതാക്കിയല്ലോ എന്നതാണ് കമറുദ്ദീൻ്റെ പോയിന്റ്. ശരിക്കും പറഞ്ഞാൽ അത് വാലിഡ് ആണ്. പക്ഷേ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങൾ കമറുദ്ദീൻ്റെയും അറോറേൻ്റെയും വായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. പാറുവിനെ വേദനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൈ പിടിച്ച് ഡാൻസ് കളിച്ചതും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊരു കോൺവെർസേഷൻ തുടങ്ങി. പക്ഷേ വിനയായത് ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർവതിക്കാണ്. പാർവതി കുറേ സത്യങ്ങൾ അറിയുകയും ചെയ്തു. അതിനുശേഷം ഒരു ടാസ്ക് ആയിരുന്നു, ടിക്കറ്റ് ടു ഫിനാലെ എനിക്ക് കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല ഇവർക്ക് കിട്ടരുത് എന്നൊരു ടാസ്ക് ആയിരുന്നു. എനിക്ക് സാന്ദ്ര പറഞ്ഞത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ശബരീൻ്റെയും സുഭിക്ഷയുടെയും പേരാണ് പറഞ്ഞത്. അതേപോലെ ശബരി പറഞ്ഞത് ഇഷ്ടപ്പെട്ടു, വിക്രം പറഞ്ഞത് ഇഷ്ടപ്പെട്ടു, ഗാന വിനോദ് പറഞ്ഞതും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ടാസ്കിൻ്റെ അകത്ത്. ഈ 12ാമത്തെ ആഴ്ചയിലും ഇതൊരു ടാസ്ക് ആണ് എന്ന് മനസ്സിലാക്കാതെ അവിടെ പറയുന്നവർ അല്ലെങ്കിൽ പുലമ്പുന്നവർ അവിടെ ഉണ്ട് എന്ന് പറയേണ്ടതായിട്ട് വരും. ഞാൻ പറയുന്നത് ദിവ്യനെ കുറിച്ചാണ്. ഒരാൾ അവർക്ക് തോന്നിയത് പറയുമ്പം അതിനെ മാനിക്കാതെ ഇന്നലെ ആയിക്കോട്ടെ ഇന്നായിക്കോട്ടെ സെയിം കാര്യം പേഴ്സണൽ വെഞ്ചൻസ് വെച്ചിട്ട് ആ ടാസ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിജയ് സേതുപതി ആക്കിയ വിധം അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എവിക്ഷൻ എനിക്ക് അൺഫെയർ ആയിട്ടാണ് തോന്നിയത്. കനിയൊക്കെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കാര്യങ്ങൾ കറക്റ്റ് രീതിയിൽ പറയുന്ന ഒരാളാണ്. കനിയൊന്നും ഇപ്പോഴല്ലായിരുന്നു പോകേണ്ടിരുന്നത്. ദിവ്യയൊക്കെ അതിന് മുന്നേ പോകേണ്ടിയിരുന്ന ആളായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എവിക്ഷൻ പറഞ്ഞത് ഒരു ടാസ്ക് പോലെ നടത്തിയിട്ടാണ്. അവസാനം വന്നത് സാന്ദ്രയും കനിയുമാണ്. ഇവരിൽ ആര് പോവും ആരിവിടെ ഉണ്ടാവുമെന്നായിരുന്നു കണ്ടസ്റ്റൻസ് പറയേണ്ടിയിരുന്നത്. പാറു ഒഴികെ ബാക്കി എല്ലാവരും പറഞ്ഞത് കനി ഇവിടെ ഉണ്ടാവുമെന്നാണ്. സാന്ദ്ര മനസ്സുകൊണ്ടെങ്കിലും വിചാരിച്ച് കാണും, ഇപ്പം എല്ലാവരുടെയും മനസ്സിലിരിപ്പം എനിക്ക് പിടികിട്ടി എന്ന്. നിങ്ങളിൽ ചിലരെങ്കിലും വിചാരിച്ച് കാണും കമറുദ്ദീൻ എന്തുകൊണ്ട് കനിക്ക് കൊടുത്തു എന്ന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാന്ദ്രയായിട്ടൊരു റിലേഷൻഷിപ്പ്, അതായത് അക്ക എന്നൊക്കെ വിളിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാറുമായിട്ടുള്ള ഒരു ആ റിലേഷൻഷിപ്പ് കൊണ്ടാണ്. അല്ലാതെ സാന്ദ്രയായിട്ട് വലിയ അടുപ്പമൊന്നും നമ്മുടെ കമറുദ്ദീൻ ഇല്ലതാനും. സോ അതുകൊണ്ടാണ് കനി ഇവിടെ നിൽക്കും സാന്ദ്ര പോവും എന്ന് പറഞ്ഞത്. അല്ലാതെ ഇവരൊന്നും ആരും പ്യുവർ ഗെയിം കൊണ്ടല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ റീസൺ വെച്ച് തന്നെയാണ്. അതിനുശേഷം പൊടുന്നതിനൊരു പ്രശ്നം ഉണ്ടാകുന്നതാണ് കാണാനിടയായത്. പ്രശ്നം ഉണ്ടാക്കേണ്ടാത്ത പ്രശ്നത്തിന് പ്രശ്നം ഉണ്ടാക്കുന്ന കണ്ടസ്റ്റൻസിനെയാണ് ശരിക്കും പറഞ്ഞാൽ കാണാൻ കഴിഞ്ഞത്. മനസ്സിലായല്ലോ അല്ലേ? ഈ പ്രശ്നം എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുഭിക്ഷ ഒരു കാരണം ചോദിക്കുകയാണ് ദിവ്യനോട്, എന്തുകൊണ്ടാണ് ഇപ്പോഴും വിക്രത്തിൻ്റെ പേരിൽ വെച്ച് എന്നെ സംസാരിക്കുന്നത് എന്ന്. അപ്പോൾ അതിനുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഈ പ്രശ്നം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തമ്മിൽ സംസാരിച്ച് തീർക്കാൻ പറ്റുന്ന ചെറിയൊരു പ്രശ്നമായിരുന്നു. ഈ ദിവ്യൻ്റെ ബോസി സ്വഭാവം കൊണ്ട് മാത്രമാണ് ഇത്രയും വലുതായത്. പിന്നെ വിക്രം അങ്ങ് തുടങ്ങി. വിക്രത്തിൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെ പറയാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആഞ്ഞടിച്ച് സംസാരിക്കേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ആ കാര്യം നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിവ്യൻ്റെ ഭാഗത്താണ് ന്യായം. വിക്രം ഇങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ബാക്കി എല്ലാവരും കൂടെ പൊതിഞ്ഞുകൂടി. ഇത് തന്നെയാണ് കുറേ നാളായിട്ട് പാർവതി ആയിക്കോട്ടെ സാന്ദ്ര ആയിക്കോട്ടെ പറയാൻ ശ്രമിക്കുന്നത്. വിക്രം ഒന്ന് ആ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും ആ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്നിരുന്നാലും കേൾക്കാൻ കൂട്ടാക്കാത്ത ഒരു കാര്യത്തിന് ഒരു എക്സ്പ്ലനേഷൻ തിരിച്ചു പറയാൻ കേൾക്കാൻ കൂട്ടാക്കാത്ത നമ്മുടെ ദിവ്യനെയും അവിടെ കാണുന്നുണ്ട്. പുള്ളിക്കാരിക്കെല്ലാം അങ്ങോട്ട് പറയണം, തിരിച്ചൊരു എക്സ്പ്ലനേഷൻ കേൾക്കാൻ കൂട്ടാക്കാറില്ല. എന്ത് ക്യാരക്ടറാണ് ഹേ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ദിവ്യേനോട് വൺ വേ കമ്മ്യൂണിക്കേഷൻ മാത്രമാണ് നടക്കുള്ളൂ. പുള്ളിക്കാരിനെ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും വേറെ കാര്യമായിട്ട് വരും. എന്ത് സ്വഭാവമാണ്? സോ ഇത്രയേ ഉള്ളൂ വീഡിയോ. പിന്നെ പ്രശ്നമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ദിവ്യ അങ്ങനെ ആഞ്ഞടിച്ച് കരഞ്ഞപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സമാധാനിപ്പിക്കാനുണ്ടായിരുന്നത് നമ്മുടെ കമറുദ്ദീൻ, അത് ക്യാപ്റ്റൻ ആയതുകൊണ്ടാണ്. പിന്നെ ശബരി, നമ്മുടെ സാന്ദ്ര മാത്രമായിരുന്നു എന്ന് ദിവ്യയുടെ വീട്ടുകാർ ഒന്ന് ഓർത്തിരിക്കുന്നതും നന്നാവും.